السلام عليكم ورحمة الله وبركاته. الحمد لله وكفى الصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം അഹ്ലി സുന്ന അൽ-ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ്സുന്നയാണ് കഴിഞ്ഞ 2 ദർസുകളിലായി നാം വിശദീകരിക്കാൻ ആരംഭിച്ചത്. അതിൽ ആദ്യത്തെ ദർസിൽ ഇമാം അഹ്മദിന്റെ ചരിത്രവും അതിൽ നിന്നുള്ള ചില പാഠങ്ങളും നാം പറഞ്ഞു. രണ്ടാമത്തെ ദർസിൽ ഇമാം അഹ്മദ് റഹിമഹുള്ള ഈ റിസാലയുടെ പ്രാരംഭത്തിൽ പറഞ്ഞ ചില മസായിലുകൾ, ബിദ്അത്തുകാരോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചും അതുപോലെ ദീനിൽ സംവാദങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദർസിൽ നാം വിശദീകരിച്ചിരുന്നു. കഴിഞ്ഞ ദർസുമായി ബന്ധപ്പെട്ട ചില സഹോദരങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദർസുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ ബിദ്അത്തുകാരോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള ചില അല്ലെങ്കിൽ ബിദ്അത്തുമായി ബന്ധപ്പെട്ട മൊത്തത്തിൽ ചില സംശയങ്ങൾ എനിക്ക് അയച്ചിരുന്നു. അത് ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ നമുക്ക് മറുപടി പറയാം. ഇമാം അഹ്മദ് റഹിമഹുള്ള ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞ ശേഷം ഈ റിസാലയിൽ പറഞ്ഞത് സുന്നത്തിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, വസുന്നത്തു ഇൻദനാ ആസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ വഹിയ ദലായിലുൽ ഖുർആൻ وليس في السنة قياس ولا تضرب لها الأمثال ولا تدرك بالعقول ولا الأهواء إنما هو الاتباع وترك الهوى. ഇമാം അഹ്മദ് റഹിമഹുള്ള ഇവിടെ വിശദീകരിക്കുന്നത്, ഈ റിസാല അവസാനം വരെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം, അഹ്ലുസുന്നയുടെ അടിസ്ഥാനങ്ങളാണ് ഇവിടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറയുകയാണ്, സുന്നത്ത് എന്നുള്ളത് നമുക്ക് പ്രമാണമാണ്. അതിനു മുന്നോടിയായി അദ്ദേഹം പറയുന്നു, എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ഹിയ ആസാറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളാണ്. പ്രവാചകന്റെ ആസാറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? മുഹദ്ദിസീങ്ങൾ പൊതുവെ പറയാറുള്ളത് പോലെ നബി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിക്കുകയും പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹു എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തിയ അബ്ദുല്ലാഹ് ബിൻ സബ, ജൂതന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ഹദീസ് നിഷേധം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. അതിനെ തുടർന്നാണ് ചരിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ ഹദീസ് നിഷേധം വ്യാപകമായിരിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ സബ ഈ വാദം കൊണ്ടുവന്നു. പിന്നെ സൂസൻ അൻ-നസ്റാനി എന്ന് പറയുന്നവൻ ഈ ഒരു വാദം ഏറ്റെടുക്കുകയും ഹദീസ് നിഷേധിക്കുകയും ചെയ്തു. പിന്നെ മുഅ്തസിലിയാക്കളിൽപ്പെട്ട ഇബ്രാഹിം അൻ-നല്ലാം എന്ന് പറയുന്ന വ്യക്തി ഏറ്റെടുത്തു. പിന്നെ ബിശ്ർ അൽ-മിർരീസി, ജഹ്മ ബിൻ സഫ്വാൻ, ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ ബിദ്അത്തിന്റെ ആളുകളാണ് ഹദീസ് നിഷേധവാദവുമായി ആദ്യം ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. ഇത് നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹദീസുകൾ നിഷേധിക്കുമ്പോൾ അത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല. നമ്മൾ പറയും, അവർ സിഹറിന്റെ ഹദീസ് നിഷേധിച്ചവരാണ്, അവർ സംസം വെള്ളത്തിന്റെ ഹദീസ് നിഷേധിച്ചവരാണ്, അവർ ഈച്ചയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഹദീസ് നിഷേധിച്ചവരാണ്, അവർ സ്ത്രീകൾ ഭരണമേറ്റെടുക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിനെ നിഷേധിക്കുന്നവരാണ്. നാം ഇന്ന് നമ്മുടെ നാവിൽ ഓരോ വിഭാഗത്തിനെ കുറിച്ച് ഇത് സർവ്വസാധാരണയായ ഒരു സംസാരമായി പറഞ്ഞു പോകുന്നു എന്നതിലുപരി അവർ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ വഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ മുഖേന ലഭിച്ചിരിക്കുന്ന വഹിയാണ് അവർ നിഷേധിക്കുന്നത്. അവരുടെ പാരമ്പര്യം അബ്ദുല്ലാഹ് ബിൻ സബ എന്ന് പറയുന്ന ജൂതനിലേക്ക് ചെന്ന് മടങ്ങുന്നതാണ്. സൂസൻ അൻ-നസ്റാനി എന്ന് പറയുന്ന നസാറ വിഭാഗത്തിൽപ്പെട്ടവരിലേക്ക് എത്തുന്ന പരമ്പരയാണ് എന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഹദീസ് നിഷേധം അത് വളരെ ഇസ്ലാമിന് അപകടമുണ്ടാക്കിയിരിക്കുന്ന വളരെ മോശമായൊരു വാദമാണ് എന്നത് നാം തിരിച്ചറിയുക. ഹദീസ് നിഷേധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിങ്ങനെ തുടങ്ങിവെച്ചത് അബ്ദുല്ലാഹ് ബിൻ സബഇന്റെ കാലത്താണ്. അബ്ദുല്ലാഹ് ബിൻ സബ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശിക്ഷിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അലിയാണ് അള്ളാഹു എന്ന് വാദിച്ചതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിക്കുകയും അവരിൽ ആ വാദത്തിൽ ഉറച്ചു നിന്ന ആളുകളെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തീ കൊണ്ട് ചുട്ട് കരിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ അതിന്റെ ഒരു ചരിത്രം, ഹദീസ് നിഷേധത്തിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ സഹാബത്തിന്റെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ
അബ്ദുല്ലാഹ് ഇബ്നു സബഇന്റെ കരങ്ങളിലൂടെ ഹദീസ് നിഷേധം ആരംഭിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഓരോരോ വ്യക്തികൾ ഹദീസ് നിഷേധിക്കുന്നു എന്നതിലുപരി എല്ലാവരും ഒന്നടങ്കം ഹദീസ് നിഷേധിക്കുക അല്ലെങ്കിൽ ഒരു സംഘമായി ഹദീസ് നിഷേധിക്കുന്ന പ്രവണതകൾ ആ സമയം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിഭാഗം ഉടലെടുത്തത്? ഹദീസ് നിഷേധിക്കുന്ന ഒരു വിഭാഗം രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഒരു വിഭാഗം എന്ന നിലയിൽ ഹദീസ് നിഷേധികൾ ധാരാളമായി വന്നത്. അന്ന് അവർക്ക് ഏറ്റവും ശക്തമായി മറുപടി പറഞ്ഞ പണ്ഡിതനാണ് അൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാ. പിന്നീട് കാലം കഴിയുന്നു, ധാരാളം വർഷങ്ങൾ കഴിയുന്നു. സമീപകാലം ഹദീസ് നിഷേധം ആരംഭിച്ചത് ഇംഗ്ലീഷുകാർ അവരുടെ പടയോട്ടവുമായി അവരുടെ അധിനിവേശവുമായി പല രാജ്യങ്ങളിലേക്ക് കടന്നു കയറുകയും, നിങ്ങൾക്കറിയാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇംഗ്ലീഷുകാർ വരികയും ഇംഗ്ലീഷുകാർ ഓരോരോ നാട് വെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ പരിശ്രമിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇസ്ലാമിനെ ഇല്ലാതാക്കണം, ഇസ്ലാമിന്റെ ആശയങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്നൊരു ആശയം അന്ന് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നിരുന്നു. അതിന് തുടക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കുന്നതിനായി അന്നവർ ചെയ്ത പ്രധാന പണികളിൽപ്പെട്ടതാണ് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഫിത്നകൾ എന്തൊക്കെയാണോ ആ ഫിത്നകൾക്കൊക്കെ അവർ വീണ്ടും ജീവൻ നൽകി. ഹദീസ് നിഷേധം അതിൽപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിദ്അത്തുകൾ അവർ ആരംഭിച്ചു. പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ബിദ്അത്തുകൾക്കും അവർ ജീവൻ നൽകി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ ഇംഗ്ലീഷ് അധിനിവേശം പ്രവേശിച്ചിരിക്കുന്ന അധിക നാടുകളിലും ജനങ്ങളുടെ ഇസ്ലാമിനെ അവരുടെ കഴിവിന്റെ പരമാവധി അവർ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും മോശമായ അധിനിവേശം ഫ്രാൻസിൻ്റെതാണ്. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കിയാൽ ഏറ്റവും മോശമായ അധിനിവേശം ഫ്രാൻസിൻ്റെതാണ്. അതിന്റെ ഏറ്റവും വലിയ അസറാണ് ഇന്നത്തെ ഫിലിപ്പൈൻ ക്രൈസ്തവ രാജ്യമാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക രാജ്യമായിരുന്നു. ഫ്രാൻസിന്റെ അധിനിവേശം അവിടെ കടന്നു കയറുകയും അവിടെ ബിദ്അത്തുകൾ ജീവിപ്പിക്കുക മാത്രമല്ല, ആളുകളുടെ സംസാര ഭാഷയടക്കം മാറ്റുകയും പിന്നീട് വരുന്ന മുൻകഴിഞ്ഞ തലമുറ വിശ്വസിച്ചത് എന്താണ് എന്നറിയാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഒന്നടങ്കം അത് ക്രൈസ്തവ മതത്തിലേക്ക്, ആ ഒരു വിശ്വാസത്തിലേക്ക് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാർ ഓരോരോ രാജ്യങ്ങളിൽ വരുമ്പോൾ അവർ പരിശ്രമിച്ച പ്രധാന കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു ഹദീസ് നിഷേധത്തിന് വിത്തുവാകുക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് അധിനിവേശം അവർ ഓരോരോ രാജ്യങ്ങളിൽ, ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും, അവർ ഓരോരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ അവരുടെ കൂടെ മിഷണറീസിനെ കൊണ്ടുപോകാറുണ്ട്. ആളുകളെ ക്രൈസ്തവ മതത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ആളുകൾക്ക് അവരുടെ മതത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഇസ്ലാമിൽ നിന്ന് അതുപോലെ മറ്റു മതങ്ങളിൽ നിന്ന് ആളുകളെ അവരുടെ മതത്തിലേക്ക് ചേർക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തതായി നിങ്ങൾക്ക് കാണാം. അതിനെ തുടർന്ന് അവരുണ്ടാക്കിയ ഒരു വിഭാഗമാണ് 19ാമത്തെ നൂറ്റാണ്ടിൽ മുസ്തശ്രിഖീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ആരാണ് മുസ്തശ്രിഖീങ്ങൾ? ഓറിയന്റലിസ്റ്റുകൾ. ഇത് ശരിക്കും പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഹദീസ് നിഷേധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ശബ്ദിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന ഒരു പണിയാണ് മുസ്തശ്രിഖീങ്ങൾ അഥവാ ഓറിയന്റലിസ്റ്റുകൾ. 19ാമത്തെ നൂറ്റാണ്ടിൽ ഒരു വിഭാഗം ഉടലെടുത്തു. കാഫിരീങ്ങൾ, നസ്രാണികളിൽപ്പെട്ടവർ, അതുപോലെ തന്നെ ജൂതന്മാരിൽപ്പെട്ടവർ. അവർ അറബി ഭാഷ നന്നായി പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവർ പഠിച്ചു. പരിശുദ്ധ ഖുർആൻ അവർ മനഃപ്പാഠമാക്കി. ധാരാളം ഭാഷകൾ അവർ മനഃപ്പാഠമാക്കി. അവർ ഭാഷകൾ പഠിച്ചു. അങ്ങനെ പ്രവാചകന്റെ ഹദീസ് നിഷേധിക്കാൻ അവർ ആരംഭിച്ചു. പ്രവാചകന്റെ ഹദീസുകൾക്കെതിരിൽ സംസാരിക്കണം. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ആദ്യ കാലഘട്ടത്തിലെ കിതാബുകൾ നിങ്ങൾ നോക്കിയാൽ ഇമാം അഹ്മദിന്റെ മുസ്നദ്, അതുപോലെ തന്നെ ഇമാം മാലിക്കിന്റെ മുവത്ത, ഇതുപോലുള്ള കിതാബുകൾ നിങ്ങൾ നോക്കിയാൽ പ്രത്യേകിച്ച് അതിനൊരു തർത്തീബ് കാണുക സാധ്യമല്ല. അത് പ്രത്യേകിച്ചൊരു തർത്തീബല്ല. സഹാബത്തിന്റെ പേരുകളിൽ കുറെ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടി. ഉദാഹരണത്തിന് ഇമാം അഹ്മദിന്റെ മുസ്നദ് നിങ്ങൾ എടുത്താൽ ഏകദേശം 5000-ലധികം ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആ കിതാബിൽ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മുസ്തശ്രിഖിന് അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വരുന്ന ഓറിയന്റലിസ്റ്റുകളിൽപ്പെട്ട ഒരുവന് എങ്ങനെ ഈ ഹദീസിനെ വിമർശിക്കാൻ സാധിക്കും? അവനൊരു ഹദീസ് വിമർശിക്കണം. എങ്ങനെയാണ് അവൻ ആ ഹദീസിലേക്ക് എത്താൻ സാധിക്കുക? അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മുൻകഴിഞ്ഞ ഉലമാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, അബൂ സുറഅത്ത് അർ-റാസി, അബൂ ഹാത്തിം, അവരൊക്കെ മനഃപ്പാഠമുള്ളവരാണ്. അവർക്ക് ഹദീസുകൾ കാണാതെ അറിയാം. എന്നാൽ ഈ ഓറിയന്റലിസ്റ്റുകൾ അവർക്ക് ഹദീസ് നിഷേധിക്കാൻ, അവർക്ക് ഈ ഹദീസ് കിതാബുകളിൽ നിന്ന് ഹദീസ് തേടിപ്പിടിക്കുക പ്രയാസമായിരുന്നു.
അങ്ങനെ അവർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അൽ മുഅ്ജമുൽ മുഫഹ്റസ് ലി അൽഫാദുൽ ഹദീസ് നബവി എന്ന് പറയുന്ന ഒരു കിതാബ്. നിങ്ങൾ ആ കിതാബ് കണ്ടാൽ അത്ഭുതപ്പെടും. ഇമാം അഹ്മദിന്റെ മുസ്നദ്, അതുപോലെ തന്നെ കുതുബുസ് സിത്ത, ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസഈ, അബൂ ദാവൂദ് പോലുള്ള കിതാബുകൾ, അതുപോലെ ഇമാം മാലിക്കിന്റെ മുവത്ത, അങ്ങനെയുള്ള ചില കിതാബുകൾ അവർ കൊണ്ടുവരികയും ആ കിതാബുകളൊക്കെ അവർക്കിടയിൽ അവർ വീതിച്ചു നൽകുകയും എല്ലാ ഹദീസുകളുടെ തുടക്കം വരുന്ന വാക്കുകൾ എന്താണ് എന്നത് ഒരു ഫെഹ്റിസ്തായി, അതിന്റെ ഒരു മലയാളത്തിൽ എന്താ അതിന് പറയാ, റഫറൻസ് കോഡ് ഓരോന്നിന് നൽകിയിട്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ തുടക്കം അവിടെ കൊടുക്കും. എന്നിട്ട് ഈ ഹദീസ് ഏതൊക്കെ കിതാബുകളിലാണ് ഉള്ളത് എന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം ആദ്യമായി ഇസ്ലാമിക ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ മുസ്തശ്രിഖീങ്ങളാണ്, ഓറിയന്റലിസ്റ്റുകളാണ്. വലിയ ഖിദ്മത്താണ്. അത് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അവർക്ക് ഹദീസുകൾ നിഷേധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾക്കെതിരിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശ്രമങ്ങൾ നിങ്ങൾ നോക്കിയാൽ അവർ ചെയ്തത് എന്താണ്? അവർ ഹദീസുകളെ പഠിച്ചു. അവർ ഹദീസുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ട കാര്യം, ഹദീസുകളെ തള്ളാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയലാണ്. അതുപോലെ തന്നെ ഇമാം മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുള്ളയെ കുറ്റം പറയലാണ്. അങ്ങനെ അവരുടെ വ്യക്തിത്വത്തിൽ സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. ഉലമാക്കൾ അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ പിന്നീട് പല ഹദീസുകളിലും ബുദ്ധിപരമായി യോജിക്കാത്തതുണ്ട് എന്ന് പറഞ്ഞ് അവർ ഹദീസുകളെ വിമർശിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഹദീസിനെ വിമർശിക്കാൻ ഓറിയന്റലിസ്റ്റുകൾ നടത്തിയിരിക്കുന്ന പരിശ്രമങ്ങൾ, അവരുടെ സ്ഥാപനങ്ങൾ, ഇന്നും ഫ്രാൻസിലടക്കമുള്ള രാജ്യങ്ങളിൽ അവർക്ക് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ വർഷവും ധാരാളക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിറങ്ങുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരിൽ സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യ കാലഘട്ടത്തിൽ ഹദീസ് നിഷേധം ഉണ്ടാവുകയും പിന്നീട് ആ വിത്ത് രണ്ടാമതും ഈ ഉമ്മത്തിലേക്ക് പാകുകയും ചെയ്ത വ്യക്തികൾ അത് ഇംഗ്ലീഷുകാരാണ്. അവർ ഈ അധിനിവേശവുമായി ബന്ധപ്പെട്ട് അവർ വന്നപ്പോൾ അവരുടെ കീഴിലുണ്ടായിരുന്ന ഓറിയന്റലിസ്റ്റുകളാണ് ഈ രൂപത്തിൽ ഹദീസ് നിഷേധത്തിന്റെ പ്രവണത മുസ്ലിം ഉമ്മത്തിൽ രണ്ടാമതും ആരംഭിച്ചത്. ഇനി ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ വന്നാൽ എങ്ങനെയായിരുന്നു ഹദീസ് നിഷേധം ഇന്ത്യയിൽ ആരംഭിക്കാനുള്ള പ്രധാന കാരണം? ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ പൊതുവായ മുസ്ലിമീങ്ങളുടെ ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് നൽകുന്ന പ്രാധാന്യം ഇവർ കണ്ടു. പ്രവാചകന്റെ ഹദീസുകൾക്ക് നൽകുന്ന പ്രാധാന്യം ഇവർ മനസ്സിലാക്കി. അങ്ങനെ ഇവർ ആദ്യം തീരുമാനമെടുത്തു, ജിഹാദുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിക്കണം. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, ജിഹാദുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിഷേധിക്കണം. അങ്ങനെ അതിനുവേണ്ടി അവർ ഏൽപ്പിച്ചിരിക്കുന്ന ചില മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാർ, അന്നുണ്ടായിരുന്ന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ചില മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാരെ വിലക്കെടുക്കുകയും ചുറാഖ് അലിയെ പോലെ, മിർസ ഗുലാം അഹ്മദ് അൽ ഖാദിയാനിയെ പോലെയുള്ള ചില ആളുകളെ വിലക്കെടുക്കുകയും അവർ ജിഹാദുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ എതിർക്കുകയും ചെയ്തു. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഇംഗ്ലീഷ് അധിനിവേശത്തിന് ഹദീസ് നിഷേധവുമായി വലിയ ബന്ധമുണ്ട്. ആദ്യമായി അവർ ഇന്ത്യയിൽ ആരംഭിച്ചത് ജിഹാദിന്റെ ഹദീസുകൾ എതിർക്കാൻ വേണ്ടിയാണ്. അന്നവർ ഒരു സംഘമായി, ഒരു സംഘടനയായി രൂപപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ഒരു മദ്രസയായി അഥവാ ഒരു വിഭാഗമായി, ഒരു സംഘമായി രൂപപ്പെടുന്നത്. സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾക്കെതിരിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതിൽപ്പെട്ട ആളുകളാണ് അബ്ദുള്ള ചഖറാൽവിയെ പോലെയുള്ള, അതുപോലെ ഗുലാം അഹ്മദ് പർവേസിനെ പോലെയുള്ള ചില ആളുകൾ വരികയും അഹ്ലുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഘടനക്ക് അവർ രൂപം നൽകുകയും ചെയ്തു. ആ കാലഘട്ടം മുതൽ, ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയിൽ നടക്കുന്നത് മുതൽ ഇവിടെ ഹദീസ് നിഷേധം ആരംഭിച്ചിരുന്നു. ഇനി നിങ്ങൾ അറബികളിലേക്ക് നോക്കിയാൽ, അറേബ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ എങ്ങനെയായിരുന്നു ഹദീസ് നിഷേധം ആരംഭിച്ചത്? പ്രധാനമായി രണ്ട് വിഭാഗങ്ങളായിരുന്നു. ഒന്ന് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ്യ, ഈജിപ്തിലെ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ്യ എന്ന് പറയുന്ന മദ്രസയിലൂടെ, ആ ഒരു ചിന്താധാരയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരിൽ ശബ്ദമുയരാൻ തുടങ്ങി. അത് ആരംഭിച്ചതാരാണ്? മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ വിദ്യാർത്ഥിയായ മുഹമ്മദ് അബ്ദുവിന്റെ നേതൃത്വത്തിൽ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ്യ എന്ന് പറയുന്ന ഒരു ചിന്താധാര, ഒരു മദ്രസ, ഒരു വിഭാഗം ഈജിപ്തിൽ രൂപപ്പെടുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരിൽ ശബ്ദിക്കുകയും ചെയ്തു. പ്രധാനമായി രണ്ട് മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചത്.
ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ജുഹൂദുകൾക്കൊക്കെ എതിരിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ശബ്ദിച്ചിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് ഈ ഒരു മദ്രസ ഉടലെടുക്കുകയും മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള ആളുകൾ 2 മാർഗങ്ങളാണ് സ്വീകരിച്ചത്. ഒന്നാമത്തേത്, അവർ ഒരു മാസിക പുറത്തിറക്കാൻ വേണ്ടി തുടങ്ങി. ഒരു മാസിക അവർ പുറത്തിറക്കി. എല്ലാ മാസവും അതിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. അതിൽ പരമ്പരയായി വന്ന ഒരു ലേഖനമാണ് അൽ ഇസ്ലാമു ഹുവൽ ഖുർആൻ വഹ്ദ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ലേഖനം തൗഫീഖ് സിദ്ഖി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലേഖനങ്ങളെ സ്ഥിരമായി എഴുതുകയും അതിനെല്ലാവിധ പിന്തുണയുമായി റഷീദ് റിള എന്ന് പറയുന്ന വ്യക്തി അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. കാരണം അൽ മനാർ മാസികയുടെ എഡിറ്ററായിരുന്നു റഷീദ് റിള. ഇതാണ് അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ സ്വീകരിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അവരുടെ രീതി എന്താണ്? അവരിൽപ്പെട്ട ഒരു വ്യക്തി, അവർ പണ്ഡിതൻ എന്ന് വിളിക്കുന്ന അബൂ റയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗ്രന്ഥം എഴുതി. അൽവാഉന സുന്നത്തുൽ മുഹമ്മദിയ എന്ന പേരിൽ ഒരു കിതാബ് എഴുതി. ആ കിതാബിൽ ഹദീസുകൾക്കെതിരിൽ സംസാരിച്ചു. പ്രത്യേകിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഹദീസ് നിഷേധം ആ കിതാബിൽ അബൂ റയ്യ സ്ഥാപിച്ചു. പക്ഷെ അൽഹംദുലില്ലാഹ് ഏത് ബാത്തിൽ വന്നാലും അതിനെതിരിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശബ്ദിക്കുമെന്ന് പറഞ്ഞതുപോലെ അന്ന് ജീവിച്ചിരുന്ന അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതൻ അൽ ഇമാം അബ്ദുറഹ്മാൻ ബിൻ യഹ്യ അൽ മുഅല്ലിമി റഹിമഹുല്ലാഹ്, യമനിയായ ഈ ഒരു പണ്ഡിതൻ, അദ്ദേഹം ധാരാളം വർഷം ഹൈദരാബാദിൽ ദായിറത്തുൽ മആരിഫ് അൽ ഉസ്മാനിയ എന്ന് പറയുന്ന ലൈബ്രറിയിൽ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിനെതിരിൽ മറുപടി പറയുകയും അൽ അൻവാറുൽ കാശിഫ എന്ന് പറയുന്ന കിതാബ് അബൂ റയ്യക്ക് മറുപടിയായി എഴുതുകയും ചെയ്തതായി നമുക്ക് കാണാം. ഇതാണ് അറബികൾക്കിടയിൽ ഹദീസ് നിഷേധത്തിന്റെ വിത്തുപാകാനുണ്ടായ ഒരു കാരണം. രണ്ടാമത്തേത്, ഇവർ മുസ്ലിമീങ്ങളാണെന്ന് വാദിക്കുന്നവരായിരുന്നു. ഇവർ മുസ്ലിമീങ്ങളാണെന്ന് വാദിച്ച് ഹദീസുകൾക്കെതിരിൽ സംസാരിച്ചവരാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം, ഈജിപ്തിൽ തന്നെയുള്ള ചില ആളുകൾ പാശ്ചാത്യരുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ഫ്രാൻസിലും ജർമ്മനിയിലും ബ്രിട്ടനിലൊക്കെ പോയി പഠിച്ച് അവർ ഓറിയന്റലിസ്റ്റുകളുടെ ആശയങ്ങൾ സ്വീകരിക്കുകയും പിന്നീട് ഈജിപ്തിൽ വന്ന് അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ. അതിൽപ്പെട്ടവരാണ് ത്വാഹ ഹുസൈനിനെ പോലെയുള്ള, അഹ്മദ് അമീനിനെ പോലെയുള്ള ആളുകൾ. ഇവരിലൂടെയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ ഹദീസ് നിഷേധം വ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിൽ തന്നെ അവർ ചില പണ്ഡിതന്മാരിലൂടെ ഹദീസ് നിഷേധം ആരംഭിച്ചിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതിന് ഉദ്ദേശം, ഹദീസ് നിഷേധത്തിന്റെ വേരുകൾ നിങ്ങൾ നോക്കിയാൽ അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട ആരും അത് നിഷേധിക്കുകയില്ലാലോ. മറിച്ച് ഈ ബിദ്അത്തിന്റെ ആളുകൾ, ജൂതന്മാരായ ആളുകൾ, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചിലർ, അവരൊക്കെയാണ് ഹദീസ് നിഷേധത്തിന് വേണ്ടി വല്ലാതെ പരിശ്രമിച്ചിരിക്കുന്നത്. ആ ഫിത്നയിൽ അകപ്പെട്ടു പോയ പലരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകൾ ഉദാഹരണം. സംസം വെള്ളം കുടിച്ചാൽ ഷിഫ ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിനെതിരിൽ കേരളത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു പുസ്തകം എഴുതി, എന്റെ ഓർമ്മയിൽ സ്ത്രീയാണ്, ഒരു പുസ്തകം എഴുതി. അതിൽ അവർ വാദിക്കുന്നത് സംസം വെള്ളം കുടിച്ചാൽ ഷിഫ ലഭിക്കുമെങ്കിൽ എന്തിനു വേണ്ടിയാണ് മക്കയിൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്? അതുപോലെ പല്ലിയെ കൊന്നാൽ അതിൽ പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അവരുടെ ബുദ്ധി കൊണ്ട് അളക്കുന്ന ആളുകൾ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നാൽ അതിനെതിരിൽ ശബ്ദിക്കുന്ന ഒരു പ്രവണത ഇന്നും നിലനിൽക്കുന്നു. അല്ലാഹുൽ മുസ്തആൻ. അത് വളരെ ഖേദമുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിഷേധിക്കുന്നത് അല്ലാഹുവിന്റെ വഹിയാണ്. ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളിൽപ്പെട്ട ചില ആളുകളോട്, അല്ലെങ്കിൽ താബിഈങ്ങളിൽപ്പെട്ട ചിലരോട് ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തോട് സംസാരിക്കുന്നവർ പറഞ്ഞു, ഇങ്ങനെയല്ല അബൂബക്കറും ഉമറും പറയുന്നത്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറയുന്നത്. അവർ പറഞ്ഞു, അബൂബക്കറിന്റെയും ഉമറിന്റെയും അഭിപ്രായം അതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ആകാശത്ത് നിന്ന് കല്ലുമഴ നിങ്ങൾക്ക് മേൽ വർഷിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നാണ്. നിങ്ങൾ എന്നോട് പറയുന്നതോ അബൂബക്കറും ഉമറും പറഞ്ഞു എന്നാണോ? അബൂബക്കറും ഉമറും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണോ പ്രവാചകന്റെ വാക്കുകളെ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞതായി നമുക്ക് കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ
അവരുടെ കയ്യിൽ കല്ലുകൊണ്ട് കളിക്കുന്നത് കണ്ടു. അതിനെന്താ പറയാൻ എനിക്കറിയില്ല, ചവണയോ? കയ്യിൽ രണ്ട് മരത്തിനിടയിൽ ഒരു റബ്ബർ വെച്ചിട്ട് നമ്മൾ കല്ലിട്ടടിക്കൂലേ, അങ്ങനെ ഒരു വ്യക്തി കളിക്കുന്നത് കണ്ടു. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി. പിന്നീട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ആ വ്യക്തി അത് തന്നെ ചെയ്യുന്നത് കണ്ടു. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടെന്നാണ്, എന്നിട്ടും നീ അത് പ്രവർത്തിക്കുകയാണോ? ലാ ഉകല്ലിമുക അബദ, ഞാൻ ഒരിക്കലും നിന്നോട് ഇനി സംസാരിക്കുകയില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സുന്നത്തിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനമാണ്, ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനമാണ്. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നാം ബഹുമാനിക്കണം. അതാണ് ഇമാം അഹ്മദ് ഇവിടെ പറയുന്നത്. ഉസൂലുസ് സുന്നയിൽപ്പെട്ടതാണ് ആസാറു റസൂലില്ലാഹ്, പ്രവാചകന്റെ സുന്നത്തുകൾ. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു എന്ന് വന്നാൽ അതിനപ്പുറം നമുക്കൊരു ശബ്ദമില്ല. അതിനെ നിഷേധിക്കാൻ അല്ലെങ്കിൽ അതെന്തേ അങ്ങനെ പ്രവാചകൻ പറഞ്ഞത് എന്ന് പറയാൻ നമുക്കൊരു അവകാശമില്ല. കാരണം നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനമാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകനിലുള്ള വിശ്വാസം, നബി എന്ത് പറഞ്ഞാലും അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, വലൈസ ഫി സുന്നതി ഖിയാസ്, സുന്നത്തിൽ ഖിയാസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ഡിതന്മാർ രണ്ടർത്ഥങ്ങളാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ബുദ്ധിപരമായ നമ്മുടെ താരതമ്യം കൊണ്ട് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുക പാടില്ല. രണ്ടാമത്തൊരർത്ഥം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം വിശ്വാസകാര്യങ്ങളാണ്, അഥവാ വിശ്വാസകാര്യങ്ങളിൽ ഖിയാസ് ഇല്ല. പൊതുവെ നമ്മൾ ദീനിൽ പറയാറുള്ള തെളിവുകളിൽ ഒന്നാണ് ഖിയാസ്. അവിടെ ഉദ്ദേശം രണ്ടാമത്തെ അർത്ഥം അനുസരിച്ച് വിശ്വാസകാര്യങ്ങളിൽ ഖിയാസ് ഇല്ല, അഥവാ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വിശ്വസിക്കേണ്ട ഒരു വിഭാഗമല്ല നമ്മൾ, മറിച്ച് ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും വ്യക്തമായി നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, ലാ തുറബു ലഹൽ അംസാൽ, സുന്നത്തിനോട് നമ്മുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ പാടില്ല, സുന്നത്തിനോട് നമ്മുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുള്ള ഇവിടെ പറയുകയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം സുന്നത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊരു വാദത്തിന് പിന്നെ അവിടെ പ്രസക്തിയില്ല. ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ സമിഅന വഅതഅന എന്ന് പറയുക. സമിഅന വഅതഅന, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ശേഷം ഇമാം അഹ്മദ് പറയാണ്, വമിന സുന്നത്തിൽ ലാസിമ അല്ലതി മൻ തറക മിൻഹാ ഖസ്ലതൻ ലം യഖ്ബൽഹാ വയുഅ്മിൻ ബിഹാ ലം യകുൻ മിൻ അഹ്ലിഹാ, നിർബന്ധമായും ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യമാണ്. ശേഷം ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്, ഇമാം അഹ്മദ് ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നിർബന്ധമായും ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരുവൻ ഈ പറയുന്ന വിഷയങ്ങളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അവൻ അഹ്ലുസുന്നയിൽപ്പെട്ടവനല്ല. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി പോകുന്ന ചില കാര്യങ്ങളാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള ഇനി നമ്മോട് പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തേത് അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി വത്തസ്ദീഖു ബിൽ അഹാദീഥി ഫീഹി വൽ ഈമാനു ബിഹാ ലാ യുഖാൽ ലിമ വലാ കൈഫ് ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹാ. ഇമാം അഹ്മദ് റഹിമഹുള്ള പറയാണ്, അല്ലാഹുവിന്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുക, അല്ലാഹുവിന്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുക, ആ വിഷയത്തിൽ വന്ന ഹദീസുകളെ സത്യമാണെന്ന് വിശ്വസിക്കുക. ഒരിക്കലും എന്തുകൊണ്ട് റബ്ബ് എനിക്ക് അങ്ങനെ വിധിച്ചു, എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ തീരുമാനമെടുത്തത് എന്ന സംസാരങ്ങളൊന്നും ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ ഖദറിലുള്ള വിശ്വാസമാണ് ഇമാം അഹ്മദ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഖദറിലുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും അറിയാം, ഈമാനിന്റെ അർക്കാനുകളിൽ ഒരു കാര്യമാണ്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ? എല്ലാ കാര്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഓരോ വിഷയങ്ങൾ നടക്കുന്നത്. അതാണ് ഖദർ. അല്ലാഹു പറയുന്നു സൂറത്തുൽ ഖമറിൽ, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ,
എല്ലാ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് അവന്റെ തീരുമാനം ഒരു കണക്കനുസരിച്ചാണ്. അല്ലാഹു കണക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത്. റബ്ബിന് എല്ലാ കാര്യങ്ങളും അറിയാം. എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഇനി നടക്കും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് അറിയാം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഖദറുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയത് 5 ഘട്ടങ്ങളിലായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തഖ്ദീറുകൾ, അല്ലാഹുവിന്റെ തഖ്ദീറുകൾ 5 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്നാമത്തേത് അത്തഖ്ദീറുൽ ആം അല്ലെങ്കിൽ അത്തഖ്ദീറുൽ അസലി. എല്ലാ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഏത് കാര്യങ്ങൾ, ഏത് മുസീബത്തുകൾ നിങ്ങൾക്ക് ബാധിക്കുകയാണെങ്കിലും അതൊക്കെ അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൽ ഹദീദിൽ പറയുന്നതായി നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തിയ അവന്റെ തഖ്ദീറിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് അത്തഖ്ദീറുൽ അസലി. എല്ലാ കാര്യങ്ങളെയും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെവിടെയാണ് രേഖപ്പെടുത്തിയത്? ലൗഹുൽ മഹ്ഫൂദിൽ. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം അൽ ലൗഹുൽ മഹ്ഫൂദ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഇനി സൃഷ്ടിക്കാനിരിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികൾ ആരായിരിക്കും, നരകാവകാശികൾ ആരായിരിക്കും എന്ന തീരുമാനമെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും, അടിമകൾ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് അത്തഖ്ദീറുൽ ഉമരി എന്ന് പൊതുവെ പണ്ഡിതന്മാർ പറയാറുള്ളത്. നേരത്തേത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ്. രണ്ടാമത്തേത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ഇത് സൂറത്തുൽ അറാഫിലും അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു. മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ثم يبعث الله ملكا فيؤمر بأربع كلمات. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ നിശ്ചയിക്കുകയും അല്ലെങ്കിൽ ഒരു മലക്കിനെ നിശ്ചയിക്കുകയും ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ ഭൂമിയിലേക്ക് വന്ന ശേഷം അവൻ എന്താകും എന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അവിടെ എഴുതി വെക്കുകയും ചെയ്തു. ആ മലക്കിനോട് കൽപ്പിക്കപ്പെടും ഉക്തുബ അമല. ആ വ്യക്തിയുടെ, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ മലക്ക് വരികയും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം 4 കാര്യങ്ങൾ എഴുതി വെച്ചു. എന്തൊക്കെയാണ്? ഒന്ന് അമൽ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. രണ്ടാമത്തേത് നമ്മുടെ റിസ്ഖ്, നമുക്ക് ലഭിക്കുന്ന ഉപജീവനം. മൂന്നാമത്തേത് അജൽ, നമ്മുടെ ആയുസ് എത്രയുണ്ടാകും. നാലാമത്തെ കാര്യം ഷഖിയുൻ ഔ സഈദ്, ഭാഗ്യവാനാണോ അതല്ല നിർഭാഗ്യവാനാണോ എന്നുള്ള കാര്യം നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ നമ്മെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാം. അല്ലാഹുവിന്റെ തഖ്ദീറിന്റെ 4ാമത്തെ രൂപം, ഒന്നാമത്തേത് അസലി, രണ്ടാമത്തേത് അൽ ഉമരി, മൂന്നാമത്തേത് ഗർഭപാത്രത്തിലായിരിക്കെ ഫിർ റഹീം, 4ാമത്തേത് അത്തഖ്ദീറുസ് സനവി. എല്ലാ വർഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർഷം നടക്കുന്നത് എന്താണ് എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കും. എല്ലാ വർഷവും
ആ വർഷം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. സൂറത്തു ദുഖാനിൽ അല്ലാഹു പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വർഷത്തിലും ആ വർഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കും. അതേത് ദിവസത്തിലാണ്? ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദറിൽ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ അങ്ങനെ പറഞ്ഞതായി ഇമാം തബരി ഉദ്ധരിക്കുന്നതിൽ കാണാം. അഞ്ചാമത്തേത് അത്തഖ്ദീറുൽ യൗമി, ഓരോരോ ദിവസവും നടക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എല്ലാ ദിവസവും അല്ലാഹു അവന്റെ കാര്യങ്ങളിലാണ്. അഥവാ ഭൂമിയിൽ എന്തൊക്കെ നടക്കണം, അതുപോലെ എല്ലായിടത്തും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എന്തൊക്കെ നടക്കണമെന്ന തീരുമാനം അള്ളാഹു ഓരോ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്ദീർ ചെയ്യും. ഈ 5 തഖ്ദീറുകളാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഫാഉൽ അലീലിലും ഹാഫിദ് അൽ ഹകമി അഅലാമുസ് സുന്നയിലും വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തയ്യിബ്, ഇപ്പൊ ഖദറിലുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ, അത് അഹ്ലുസ് സുന്നയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അതൊരു വിശ്വാസിക്ക് അവന്റെ മനസ്സിൽ ഏറെ സമാധാനം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. ഖദറിലുള്ള വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറെ സമാധാനം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, നമുക്ക് ഖദറിൽ വിശ്വസിക്കുന്ന ഒരുവന് എന്ത് സമാധാനിക്കാം? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്ന കാര്യമാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അവന്റെ തീരുമാന പ്രകാരം മാത്രമേ കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. നമുക്ക് കച്ചവടത്തിൽ നഷ്ടം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വിശ്വാസിക്ക് അത് ഖൈറാണ്, കാരണം ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവന് ക്ഷമിക്കാം. ഇനി സന്തോഷം ലഭിച്ചു, അതിൽ കവിഞ്ഞ് റബ്ബിനെ മറന്നുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നാം അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണിത്, ഇതെനിക്ക് എൻ്റെ റബ്ബ് വിധിച്ചിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഏറെ സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഖദറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്, അള്ളാഹു അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ? മാറ്റം വരില്ല. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വരികയില്ല. എന്നാൽ മലക്കുകൾ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ അതിൽ മാറ്റം വരും. അല്ലാഹു പറഞ്ഞു, യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അല്ലാഹു മായ്ക്കുകയും അവരുദ്ദേശിക്കുന്നതിനെ അല്ലാഹു നിലനിർത്തുകയും ചെയ്യും. വഇൻദഹു ഉമ്മുൽ കിതാബ്, അടിസ്ഥാന കിതാബ് അല്ലാഹുവിങ്കലാണ്, അഥവാ ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹുവിങ്കലാണ്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ വ്യത്യാസം വരില്ല, മലക്കുകൾ എഴുതി വെച്ചതിൽ വ്യത്യാസം വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ മലക്കുകൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ എന്തെഴുതിയിട്ടുണ്ട്? നമ്മുടെ ആയുസ് എത്രയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? ആയുസ് എത്രയാണെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വഅൻ യുൻസഅ ലഹു ഫീ അഥരി ഫൽയസിൽ റഹിമഹ്. ആർക്കെങ്കിലും അവന്റെ റിസ്ഖിൽ വിശാലത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ നമ്മുടെ റിസ്ഖ് എഴുതപ്പെട്ടിട്ടല്ലേ? നമുക്ക് എത്രയാണ് റിസ്ഖ് ലഭിക്കുക എന്നത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബബന്ധം ചേർത്താൽ അതിൽ വിശാലത ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഒരു വ്യക്തി കുടുംബബന്ധം ചേർത്തില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി കുടുംബബന്ധം ചേർത്തു. നമ്മൾ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാണ്. ഒരു വ്യക്തിയുടെ ആയുസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉപജീവനം ഇത്രയാണെന്ന് രേഖപ്പെടുത്തി. ആ വ്യക്തി കുടുംബബന്ധം ചേർത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവനതിൽ വിശാലത ലഭിക്കുന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യമേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ വ്യക്തി കുടുംബബന്ധം ചേർക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് അല്ലാഹു അത് ചെയ്യാൻ അടിമകളെ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ അല്ലാഹു നൽകുകയും ചെയ്തു. മനസ്സിലാകാൻ എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞാൽ, കുടുംബബന്ധം ചേർത്താൽ ഇവന്റെ ആയുസ് ഇത്രയാണ്, അല്ലെങ്കിൽ ഇവന്റെ ഉപജീവനം ഇത്രയാണ്.
ചേർക്കുന്നില്ലെങ്കിൽ ഇവന്റെ ഉപജീവനം ഇത്രയാണ് എന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇനി ഒരുവൻ കുടുംബബന്ധം ചേർത്താൽ അതനുസരിച്ച് അതിൽ വർധനവ് ലഭിക്കും. കുടുംബബന്ധം ചേർത്തില്ല എങ്കിൽ അതിനനുസരിച്ച് അതിൽ അല്ലെങ്കിൽ എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത് ആ കാര്യം നടപ്പിലാവുകയും ചെയ്യും. മനസ്സിലായോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒന്ന്, ലൗഹുൽ മഹ്ഫൂദിലുള്ള എഴുത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നാൽ മലക്കുകളുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യറദ്ദുൽ ഖദറ ഇല്ല ദുആ. ദുആ അല്ലാതെ മറ്റൊന്നും ഖദറിനെ മാറ്റുകയില്ല. അപ്പൊ അല്ലാഹുവിലുള്ള ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യത്തിൽ മാറ്റം വരുമോ? ഒരിക്കലും മാറ്റം വരില്ല. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് ഒരു അപകടം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അവന് മലക്കുകൾ എഴുതിയിരിക്കുന്ന ഖദർ അനുസരിച്ച് അവന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അത് കാരണത്താൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവന് ആ അപകടം വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. എന്നാൽ ഈ കാര്യം, ഈ വിശദീകരണമായ അല്ലെങ്കിൽ ഈ അവന്റെ പര്യവസാനം എന്തായിരിക്കും, അവന് ഈ അപകടം സംഭവിക്കോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ മലക്കുകളുടെ കയ്യിലുള്ളതിൽ മാറ്റം വരും. അതാണ് അല്ലാഹു പറഞ്ഞത്, യംഹുല്ലാഹു മാ യശാ വയുസ്ബിത്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു മാറ്റുകയും അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു നിലനിർത്തുകയും ചെയ്യും. വഇൻദഹു ഉമ്മുൽ കിതാബ്. അടിസ്ഥാനമായ ഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ യാതൊരു മാറ്റവും വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖദറുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖദർ വെച്ചുകൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാമോ എന്നുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖദർ വെച്ചുകൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാമോ? ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു മുസീബത്ത് നമുക്ക് സംഭവിച്ചു, എന്തെങ്കിലും ഒരു വിപത്ത് നമുക്ക് സംഭവിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ഖദർ പ്രകാരം സംഭവിച്ചിരിക്കുന്നതാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണിത് എന്ന് നമുക്ക് പറയാമോ? പറയാൻ പറ്റും. ഒരു മുസീബത്ത് സംഭവിച്ചാൽ നമുക്ക് ഖദർ കൊണ്ട് തെളിവ് പിടിക്കാം. എന്നാൽ എന്തെങ്കിലും ഒരു കുറവ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ, ഒരു തെറ്റ്, ഒരു ന്യൂനത നമ്മിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഖദർ വെച്ചുകൊണ്ട് തെളിവ് പിടിക്കാൻ പാടില്ല. ഒരു കുറവ് നമ്മിൽ നിന്നുണ്ടായാൽ ഖദർ വെച്ചുകൊണ്ട് തെളിവ് പിടിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം, ഒരു വ്യക്തിക്ക് എക്സാം ഉണ്ടായിരുന്നു. അദ്ദേഹം നന്നായി അതിനുവേണ്ടി പരിശ്രമിച്ചു, നന്നായി പഠിച്ചു, അതിനുവേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു. എക്സാം എഴുതി, അദ്ദേഹം പാസ്സായിട്ടില്ല, ആ എക്സാമിൽ തോറ്റു. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഞാൻ പരിശ്രമിച്ചിരുന്നു, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഖദ്ദർ അല്ലാഹു മാ ശാ ഫഅൽ, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഞാൻ എക്സാമിൽ പരാജയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഅക് വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ് ഫഇൻ അസാബക ഷൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ വലാകിൻ ഖുൽ ഖദ്ദർ അല്ലാഹു മാ ശാ ഫഅൽ. നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ പരിശ്രമിക്കുക. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എന്ത് പറയണം? ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് പ്രകാരം സംഭവിച്ചതാണ്. അപ്പൊ നമ്മൾ പരിശ്രമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു വ്യക്തി പരിശ്രമിക്കുകയും അതിനെ തുടർന്ന് ആ വ്യക്തിയുടെ ഉദ്ദേശം സഫലമായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നാൽ ഒരു വ്യക്തി മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്തു, വേണ്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, എന്നിട്ട് പറയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്, പറയാമോ? പറയാൻ പാടില്ല. ഒരു വ്യക്തി ഹറാമ് ചെയ്തു, ശേഷം പറയാണ് ഇത് അള്ളാഹുവിന്റെ ഖദർ പ്രകാരം ഞാൻ ചെയ്തതാണ്. ഇല്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അത് പരിശുദ്ധ ഖുർആനിൽ കാഫിരീങ്ങളുടെ വിശേഷണമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, സയഖൂലുൽ ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ. കാഫിരീങ്ങൾ എന്ത് പറയും? ശിർക്ക് ചെയ്യുന്നവരെന്ത് പറയും? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം ഒരിക്കലും ഈ ഷിർക്കിൽ അല്ലെങ്കിൽ ഈ വഴികേടിൽ പെടില്ലായിരുന്നു എന്ന് അവർ പറയുമെന്ന് കാഫിരീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പറഞ്ഞു, മുസീബത്തുകളിൽ ഖദർ കൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാം. എന്നാൽ ന്യൂനതകളിൽ, നമ്മുടെ കുറവുകളിൽ ഖദർ കൊണ്ട് നാം തെളിവ് പിടിക്കാൻ പാടില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തദ്മുരിയയിലും ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിലൊക്കെ ഈ വിഷയം വിശദീകരിക്കുന്നതായി കാണാം. പാടില്ല. മനസ്സിലായില്ലേ? ആ വിഷയം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പൊതുവെ പറയപ്പെടാറുള്ളൊരു ചരിത്രമാണ്, അതിന് സിഹത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി മോഷ്ടിച്ചു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ ഖദർ പ്രകാരമാണ്
ഞാൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടുകയും ശേഷം പറഞ്ഞു, അള്ളാഹുവിന്റെ ഖദർ പ്രകാരം നിന്റെ കൈ ഞാൻ വെട്ടുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഖദർ വെച്ചുകൊണ്ട് തെറ്റുകളിൽ തെളിവ് പിടിക്കുക എന്ന് പറയുന്നത് കാഫിരീങ്ങളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു, വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസ് വയബ്ലുഗു അഖ്ലു ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു ഫഅലൈഹി അൽ ഈമാൻ ബിഹി വതസ്ലീമു ലഹു مثل حديث الصادق المصدوق ومثل ما كان مثله في القدر ومثل أحاديث الرؤية كلها وإن أتى عن الأسماع فاستوحش منها المستمع وإنما عليه الإيمان بها وألا يرد منها حرفا واحدا وغيرها من الأحاديث المأثورات عن الثقات. ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ നേരത്തെ നാം പറഞ്ഞ സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നുകൂടി ഊന്നൽ നൽകി പറയുകയാണ്. ഒരു വ്യക്തിക്ക് ഹദീസുകൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് യോജിക്കുന്നില്ലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഒരു ഹദീസ് യോജിക്കുന്നില്ല എങ്കിലും അത് വിശ്വസിക്കുക എന്നുള്ളതാണ് അവന്റെ ബാധ്യത. ഏത് ഹദീസ് പോലെ? ഇമാം അഹ്മദ് ഇവിടെ ഉദാഹരണം പറയാണ്, ഹദീസ് സാദിഖുൽ മസ്ദൂഖ്, സാദിഖുൽ മസ്ദൂഖ് എന്ന് പറയപ്പെടുന്ന ഹദീസ് പോലെ. അതേതാണ് ഹദീസ്? നേരത്തെ നാം പറഞ്ഞിരിക്കുന്ന ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ഒരുവൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അല്ലെങ്കിൽ മലക്കിനെ അയക്കുകയും അവൻ ഭൂമിയിൽ വന്നാൽ നടപ്പിലാകുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ കൽപ്പിക്കുകയും ചെയ്യും. അവന്റെ അമൽ, അവന്റെ റിസ്ഖ്, അവന്റെ അജൽ, അതുപോലെ തന്നെ അവൻ ഷഖിയാണോ സഈദാണോ, ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ, ഈ കാര്യങ്ങളെക്കുറിച്ച് എഴുതപ്പെടും എന്ന ഹദീസ് പോലെ. ഇതുപോലുള്ള ഹദീസുകൾ വന്നു കഴിഞ്ഞാൽ അത് നാം വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനസ്സിലായോ? ഒരാൾ ചോദിക്കരുത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്നിങ്ങനെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇവിടെ പറയുന്നു. വമിസ്ലു മാ കാന മിസ്ലഹു ഫിൽ ഖദർ, ഖദറിലുള്ള നമ്മുടെ വിശ്വാസം പോലെയാണ്. വമിസ്ലു അഹാദീസ് റുഅ്യതി കുല്ലിഹാ, അല്ലാഹുവിനെ പരലോകത്ത് വെച്ച് കാണും എന്ന് പറയുന്ന ഹദീസുകൾ, ഇതിനെയൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വഇന്ന തഅനിൽ അസ്മാ, അത് കേൾക്കുമ്പോൾ നമുക്ക് ചെവിയിൽ ഒരു വലിയ കാര്യമായി വിശ്വസിക്കാൻ പ്രയാസമുള്ളതായൊക്കെ ചിലർക്ക് അനുഭവപ്പെടുന്നുവെങ്കിലും വസ്തൗഹശ മിൻഹൽ മുസ്തമിഅ, അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും അത് വിദൂരമായി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതായി നമുക്ക് തോന്നുന്നുവെങ്കിലും വഇന്നമാ അലൈഹിൽ ഈമാനു ബിഹ, അത് വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. വഅല്ലാ യറുദ്ദ മിൻഹാ ഹർഫൻ വാഹിദ, അതിൽ ഒരു വാക്ക് പോലും പ്രവാചകൻ പറഞ്ഞതായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നാം അത് നിഷേധിക്കാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നു. ഇവിടെ 2 മസലയാണ്. ഒന്നാമത്തേത് ഖദറിലുള്ള കാര്യം, അത് നേരത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് വിശ്വാസികൾ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അതിനാർക്കാണ് ഒരു തെളിവ് പറയാൻ പറ്റുക? പരലോകത്ത് വിശ്വാസികൾ അള്ളാഹുവിനെ കാണുമെന്നതിന് പറയ്. അഹ്സൻ. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അതിലേതാണ് തെളിവ്? എങ്ങനെയാണ് തെളിവ്? അഹ്സൻ. വുജൂഹുൻ യൗമഇദിൻ നാദിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് സൂറത്തുൽ ഖിയാമയിൽ, അന്നേ ദിവസം. ഇങ്ങനെ നിങ്ങൾ തെളിവുകൾ പഠിക്കണം. നമ്മൾ പല സഹോദരങ്ങൾക്ക് പറ്റുന്നൊരു വലിയ അബദ്ധം എന്താണ്? പല ദർസുകളിൽ അവർ പങ്കെടുക്കും, എന്നിട്ട് വേറെ ദർസുകളിൽ ഇരിക്കുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാണ്, ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു തെളിവ് അവരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, ഒരു തെളിവ് പറയാൻ അറിയില്ല. പക്ഷെ ഇത് കേട്ടിട്ടുണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അഹ്ലുസുന്നയുടെ വിശ്വാസം ഇതാണ്. നമ്മൾ കേവലം കേട്ടുപോയാൽ പോരാ, മറിച്ച് പഠിക്കണം. നമുക്ക് അള്ളാഹുവിനെ കാണുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഹദീസുകളൊക്കെ അല്ലെങ്കിൽ ആയത്തുകൾ നമ്മൾ അറിയുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. വുജൂഹുൻ യൗമഇദിൻ നാദിറ, അന്നത്തെ ദിവസം മുഖങ്ങൾക്ക് പ്രസന്നതയുണ്ടാകും വിശ്വാസികൾ. ശേഷം അള്ളാഹു പറഞ്ഞു ഇലാ റബ്ബിഹാ നാദിറ. അറബി ഭാഷയിൽ നളറ എന്ന പദത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. പക്ഷെ അത് ഇല എന്ന് വന്നാൽ, ഇല എന്ന് പറയുന്ന വാക്ക് അതിന്റെ കൂടെ വന്നാൽ നോക്കുന്നതിനാണ് പറയുക, കണ്ണുകൊണ്ട് നോക്കി കാണുന്നതിനാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു പറഞ്ഞത് ഇലാ റബ്ബിഹാ നാദിറ, അത് അതിന്റെ റബ്ബിലേക്ക് നോക്കുന്നതായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പം അള്ളാഹുവിനെ കാണും എന്നതിന്റെ തെളിവ് എന്താണ്? ഈ ആയത്ത് വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ.
അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നല്ലത് ചെയ്തവർക്ക് സ്വർഗമുണ്ട്, വസിയാദ അധികവുമുണ്ട് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടെ സിയാദ അധികം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹുവിലേക്കുള്ള നോട്ടമാണ്. അള്ളാഹുവിലേക്കുള്ള നോട്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നയുടെ വിശ്വാസം അതാണ്. വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് വെച്ച് കാണും. വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് വെച്ച് കാണും. ഇമാം ഇബ്നു ബത്തയും ഇബ്നു ജരീറുമൊക്കെ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അവസാനത്തൊരു മസല കൂടി പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് വന്ന ചില ചോദ്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറയാം. അള്ളാഹുവിനെ കാണും എന്നതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന ചർച്ച ചെയ്യുന്ന ഒരു മസലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന വിഷയം. ചില ആളുകൾ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ആ മസലയിൽ സംസാരിക്കുമ്പോൾ ഇത് സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന മസലയാണ് എന്ന നിലയിൽ പറയാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടില്ല. എന്നീ രണ്ട് അഭിപ്രായങ്ങൾ സഹാബത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയാറുണ്ട്. വാസ്തവത്തിൽ അല്ലാഹു അലം സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ വിഷയത്തിൽ സഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ സഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. മറിച്ച് ചില ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റും അള്ളാഹുവിനെ പ്രവാചകൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. കാരണം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾ അള്ളാഹുവിനെ കണ്ടിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാഹു, അത് പ്രകാശമാണ്, ഞാൻ എങ്ങനെ കാണാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കണ്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരിക്കൽ പറഞ്ഞതുപോലെ റആഹു ബിഫുആദിഹി, അദ്ദേഹം ഹൃദയം കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം കൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടത്, കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബത്തിനിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇമാം അദ്ദാരിമി റഹിമഹുല്ലാഹ് അദ്ദേഹം ജഹ്മിയാക്കൾക്ക് നൽകിയ മറുപടിയിലും ഇബ്നുൽ ഖയ്യിം ഇജ്തിമാഉൽ ജുയൂഷ് അൽ ഇസ്ലാമി എന്ന കിതാബിലും സഹാബത്തിന്റെ ഈ നിലപാട് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇനി പരലോകത്ത് വെച്ച് എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വാസികൾ കാണും. എല്ലാവരും ഒരേപോലെയാണ് അല്ലാഹുവിനെ കാണുക? അല്ല, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ അടിമകൾ കാണുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. എല്ലാ വിശ്വാസികളും ഒരേപോലെയല്ല കാണുക. അതുപോലെ തന്നെ എല്ലാവരും കാണുന്ന തവണകൾ ഒരേപോലെയായിരിക്കുമോ? അല്ല, വ്യത്യസ്തമാണ്. ഈമാനിന്റെ മറാത്തിബുകൾ അനുസരിച്ച് ആളുകൾ അള്ളാഹുവിനെ കാണുന്ന എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിനെ കാണുന്ന രൂപത്തിലും അള്ളാഹുവിനെ കാണുന്ന എണ്ണത്തിലും വ്യത്യാസമുണ്ടാകും. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആ മസ്അല അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു, വഅല്ലാ യുഖാസിമ അഹദൻ വലാ യുനാദറ, ആരോടും തർക്കിക്കാനോ സംവാദങ്ങൾക്കോ പോകാൻ പാടില്ല. വലാ യതഅല്ലമൽ ജിദാൽ, തർക്കിക്കരുത്. ഫൈനൽ കലാമ ഫിൽ ഖദരി വറുയതി വൽ ഖുർആനി വഗൈരിഹ മിനസ് സുനനി മക്റൂഹുൻ വമൻഹിയുൻ അൻ, ഖദറിലുള്ള സംസാരം, അള്ളാഹുവിനെ കാണുന്ന വിഷയത്തിലുള്ള സംസാരം, അതുപോലെ തന്നെ ഖുർആനിലുള്ള സംസാരം, ഹഖല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ അത് വിലക്കപ്പെട്ടിരിക്കുന്ന മക്റൂഹായ സംസാരമാണ്. സലഫുകളുടെ ഭാഷ്യത്തിൽ അവർ കറാഹത്ത് എന്ന പദം പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഹറാമിന് വേണ്ടിയായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയം വിശദീകരിക്കുന്നതായി കാണാം. അതുപോലെ ഇമാം ശാത്തിബിയും ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. സലഫുകൾ പലപ്പോഴും ചില മസ്അലകളെ കുറിച്ച് അത് മക്റൂഹാണ് എന്ന് പറയും. അവരുടെ ഉദ്ദേശം എന്താണ്? ഹറാമാണ് എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഇമാം ഷൗക്കാനിയൊക്കെ പറയുന്നത് പോലെ, ഒന്ന്, ഖുർആനിലും ഹദീസിലും നേർക്ക് നേർ ഹറാമാണ് എന്ന് വന്ന വിഷയങ്ങൾക്കാണ് അവർ ഹറാം എന്ന് പറയാറുള്ളത്. ബാക്കിയുള്ള വിഷയങ്ങളിൽ സൂക്ഷ്മത കാരണത്താൽ അവർ മക്റൂഹ് എന്ന് പറയും. രണ്ടാമത്തെ ഒരു കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ ചില ഹറാമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു,
കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. നിഷിദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച പദമാണ് മക്റൂഹ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സലഫുകളിൽപ്പെട്ട പലരും ആ ഒരു കാര്യം കറാഹത്ത് എന്ന പദം ഉപയോഗിക്കുന്നതായി കാണാം. ശേഷം ഇമാം അഹ്മദ് പറഞ്ഞു, ലാ യകൂനു സാഹിബു വഇൻ അസാബ ബികലാമിഹി സുന്ന മിൻ അഹ്ലി സുന്ന ഹത്താ യദഅൽ ജിദാല വയുസല്ലിമ വയുഅ്മിന ബിൽ ആസാർ. ഈ വന്ന ഹദീസുകളിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തർക്കങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ഒരുവനും അഹ്ലുസുന്നയിൽ പെട്ടവനാവുകയില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല ഇവിടെ പറഞ്ഞു. ഇവിടെ പ്രിയപ്പെട്ടവരെ, നാം നോക്കിയാൽ പലതവണ ഇമാം അഹ്മദ് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് നാം തർക്കം ഒഴിവാക്കുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷത്തിൽ സംവദിക്കുക അല്ലെങ്കിൽ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്നത് അഹ്ലുസുന്നയുടെ രീതിയല്ല എന്ന് പറഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ ദർസ് കഴിഞ്ഞും മറ്റും എന്നെ ബന്ധപ്പെട്ട് ചോദിച്ച ഒരു സംശയമായിരുന്നു, കേരളത്തിലെ ചരിത്രം നോക്കിയാൽ വർഷങ്ങളായി സംവാദങ്ങൾ നടന്നിട്ടാണ് ധാരാളം ആളുകൾ ഹക്കിലേക്ക് വന്നിരിക്കുന്നത്. ധാരാളം ആളുകൾക്ക് സത്യം മനസ്സിലാകാൻ സംവാദങ്ങൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് സംവാദം പറ്റും അല്ലെങ്കിൽ സംവാദം നല്ലതല്ലേ എന്നൊരു സംശയം ചില സഹോദരങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ നമ്മുടെ അധ്യാപകരിൽപ്പെട്ട നമ്മുടെ മശായിഖന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞ മറുപടി, വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞാൽ ആളുകൾ ഹക്കിലേക്ക് വരുന്നു എന്ന കാരണത്താൽ സംവാദം അനുവദിക്കപ്പെടണമെന്നില്ല. മറിച്ച് സംവാദം ശറഈന്റെ അടിസ്ഥാനത്തിൽ അനുവാദമുണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെടും. ശറഈന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെടാത്ത കാര്യമാണെങ്കിൽ സംവാദം പാടില്ല. അത് ആളുകൾക്ക് മാറ്റമുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഇപ്പൊ വിചാരിച്ചാലും ആളുകൾക്ക് കുട്ടിയെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വിചാരം പറ്റുമോ? പാടില്ല. അതുപോലെ സംവാദം എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്. സംവാദം പാടില്ല എന്നുള്ളത് ഇതാണ് അടിസ്ഥാനം, ഇതാണ് ഖാഇദ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മുമ്പ് നാം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇമാം ഭരണാധികാരി ആവശ്യപ്പെടുകയാണ് ഒരു പണ്ഡിതനോട് മുനാദറയിൽ ഏർപ്പെടാൻ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനോട് പറഞ്ഞതുപോലെ ഇമാം അജുരി അത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ സംവാദത്തിൽ ഏർപ്പെടാം. അതല്ലെങ്കിൽ ഒരു പണ്ഡിതന് സാഹചര്യങ്ങളും മറ്റും നോക്കി, ഫിത്നകളും മറ്റുമൊക്കെ നോക്കി, മസ്ലഹത്തുകളും മഫ്സദത്തുകളൊക്കെ നോക്കി അദ്ദേഹം പറയാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് നടത്താം. അതല്ലെങ്കിൽ അടിസ്ഥാനം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം സംവാദങ്ങൾ, തർക്കങ്ങൾ ദീനിന്റെ വിഷയത്തിൽ പാടില്ല എന്നുള്ളതാണ്. ഇനി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ധാരാളക്കണക്കിന് വർഷങ്ങളായി പല സഹോദരങ്ങളും സലഫി വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാക്കിയ പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, സംവാദത്തിന്റെ വിധി എന്താണ്? പലർക്കും ഇതാണ് അഹ്ലുസുന്നയുടെ അടിസ്ഥാനം എന്നറിയില്ല. കാരണം നിസ്സാര കാര്യങ്ങൾക്ക് വരെ സംവാദങ്ങൾ നടത്തുകയും അതിൽ വലിയ പെരുമ നടിക്കുകയും ഇത്രയും അധികം സംവാദങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അതിൽ പെരുമ നടിക്കുന്ന ഒരു വിഭാഗമാണ് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവാദം നടത്തുക എന്ന് പറയുന്നത് അടിസ്ഥാനം, അഹ്ലുസുന്നയുടെ അടിസ്ഥാനം അത് പാടില്ലാത്തതാണ്. എന്നാൽ മസ്ലഹത്തുകളും മഫ്സദത്തുകളും നോക്കി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് അത് ആവശ്യമുള്ള സാഹചര്യം ഏതാണ്, അത് ഒഴിവാക്കേണ്ട സാഹചര്യം ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും. അത് ആ സമയം അവർ തീരുമാനിക്കും. അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ടത് അടിസ്ഥാനം തർക്കം ഒഴിവാക്കണമെന്നുള്ളതാണ്. അബൂ ഉമാമത്ത് അൽ-ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ളല്ല ഖൗമുൻ ബഅദ ഹുദാ കാനൂ അലൈഹി ഇല്ലാ ഊതുൽ ജദൽ. സന്മാർഗത്തിലായിരിക്കുന്ന ഒരു വിഭാഗം അവർ പിന്നീട് വഴികേടിലാകാനുള്ള പ്രധാന ഒരു കാരണം, അല്ലെങ്കിൽ അവർക്ക് തർക്കം നൽകപ്പെട്ടാൽ അവർ വഴികേടിലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും സലഫുകളുടെ അഖീദയിലും ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് നാം വിശ്വസിക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് വേറൊരു ശബ്ദമില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ മക്കയിലെ കാഫിറുകൾ വന്നിട്ട് പറഞ്ഞു, ആളുകളൊക്കെ അല്ലെങ്കിൽ മുഹമ്മദ് പറയാണ് ഒരു രാത്രി കൊണ്ട് ഇസ്രാ മിഅ്റാജ് നടത്തിയത്രേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞെന്താ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കാന ഖാല ഫഖദ് സദഖ. ഇബ്നു ബിശ്റാൻ അദ്ദേഹത്തിന് അൽ അമാലിയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പറയുന്നതായി കാണാം, അബൂബക്കർ പറഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് സത്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫമിൻ യൗമിഇദിൻ ലുഖിബ ബിസ്സിദ്ദീഖ്. മുസന്നഫ് അബ്ദുർ റസാഖിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ആ ദിവസം മുതലാണ് സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല.
അവസാനം 1-2 ചോദ്യങ്ങൾ മാത്രം. എനിക്ക് ധാരാളം സഹോദരങ്ങൾ അയച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ബിദ്അത്തുകാരോടുള്ള നമ്മുടെ അടിസ്ഥാനം, അഹ്ലുസുന്നയുടെ അടിസ്ഥാനം ഹജറാണ്, അവരുമായി ബന്ധം വിച്ഛേദിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ പല സഹോദരങ്ങളും അവർക്ക് ഈ ഒരു മസ്അല ഇഷ്കാലുണ്ടാക്കി. അതെന്തുകൊണ്ട് ഇഷ്കാലുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. കാരണം അഹ്ലുസുന്നയുടെ അടിസ്ഥാനം ഇതാണെന്നതിൽ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു പണ്ഡിതനും തർക്കമില്ല. പിന്നെ ആളുകൾക്ക് ഈ മസ്അല ഇതുവരെ എന്തുകൊണ്ട് പഠിച്ചില്ല, അതൊക്കെ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ അറിയേണ്ട കാര്യമായിരുന്നു ഇതൊക്കെ. അഹ്ലുസുന്നയുടെ ഉസൂലുകളാണ് ഇതൊക്കെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തേത് ബിദ്അത്തുകാരോടുള്ള അടിസ്ഥാനം അത് ഹജറാണ്. അതിൽ അഹ്ലുസുന്നയുടെ ഒരു ആലിമിനും തർക്കമില്ല. ഖുർആനിലും സുന്നത്തിലും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഉദ്ധരിച്ചിരിക്കുന്ന ഇജ്മാഇലും ഈ കാര്യം വ്യക്തമാണ്. ഇമാം അഹ്മദ്, ഇമാം അൽ ആജുറി, ഇമാം അസ്സാബൂനി, അൽ ബർബഹാരി തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരും ഈ ഒരു അടിസ്ഥാനം പറഞ്ഞതായി കാണാം. ഇമാം അൽ ബഗ്വി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശർഹ് സുന്നയിൽ പറയുന്നു, ഖദ് മദത് അസ്സഹാബത്തു വത്താബിഊൻ വഅത്ബാഉഹും വഉലമാഉസ് സുനൻ അലാ ഹാദാ മുജ്മിഈൻ. സഹാബികൾ, താബിഈങ്ങൾ, മുൻഗാമികളിൽപ്പെട്ടവർ എല്ലാവരും ഈ വിഷയത്തിൽ ഏക അഭിപ്രായക്കാരാണ്. മുത്തഫിഖീന, അവർക്കിടയിൽ തർക്കമില്ല. അലാ മുആദാതി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തുകാരെ അവരോട് ശത്രുത വെക്കണം. വമുഹാജറതിഹിം, അവരുമായി ബന്ധം വിച്ഛേദിക്കുകയും വേണമെന്നതിൽ അവർക്ക് തർക്കമില്ല എന്ന് ഇമാം അൽ ബഗ്വി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ബിദ്അത്തുകാരോടുള്ള നമ്മുടെ അടിസ്ഥാനം അവരെ ഹജ്ർ ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഹജ്ർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവരെ ഹജ്ർ ചെയ്യൽ അല്ലെങ്കിൽ അവരോടുള്ള ശത്രുതയുണ്ടാകൽ, അതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലെങ്കിൽ അത് നാം എല്ലാവർക്കും നിർബന്ധമായി വരുന്ന ബാധ്യത എവിടെയാണ്? മനസ്സുകൊണ്ടുള്ള വെറുപ്പ്. ഇത് പലപ്പോഴും പല സഹോദരങ്ങളും അങ്ങനെ ഒരു ചിന്ത പോലും പലർക്കും പോയിട്ടുണ്ടാവണമെന്നില്ല. മനസ്സുകൊണ്ട് ബിദ്അത്തിനെയും ബിദ്അത്തുകാരെയും വെറുക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. മനസ്സുകൊണ്ട് ബിദ്അത്തിനെയും ബിദ്അത്തുകാരെയും വെറുക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. ഇനി ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, ഞാൻ ഇത്രയും കാലം ബിദ്അത്തുകാരോട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരോട്, ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരോട്, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്നവരോട് എന്റെ മനസ്സിൽ അവനോട് എത്രമാത്രം വെറുപ്പുണ്ടായിരുന്നു? അള്ളാഹുവിന് മാത്രമുള്ള ഹുഖൂഖുകൾ ഈ സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുന്ന ആളുകളോട് എന്റെ മനസ്സിൽ എത്രമാത്രം ബുഗ്ദുണ്ടായിരുന്നു, എത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നു? പുതിയ സലാത്തുകൾ കൊണ്ടുവരുന്നവരോട്, പുതിയ നിസ്കാരങ്ങൾ കൊണ്ടുവരുന്നവരോട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതല്ലാതെ എല്ലാ ദിവസവും അവരുമായി സ്റ്റേജുകളിൽ ഇരിക്കുക, അവരുടെ കൂടെ സദസ്സുകൾ പങ്കിടുക, അവരുടെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുക, സൗഹൃദ ഇഫ്താർ സംഘടിപ്പിക്കുക, ഇതിലൊക്കെ ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുകയും എന്നിട്ട് നമ്മൾ ബിദ്അത്തുകാരുടെ എതിർപ്പാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അടിസ്ഥാനം എന്ന് പറയുന്നത് ബിദ്അത്തുകാരുടെ ഹജറാണ്. അത് നമ്മുടെ മനസ്സിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മനസ്സിലെങ്കിലും അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. നമ്മുടെ മനസ്സിലെങ്കിലും അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാമ ഹമൂദ് തുവൈജിരി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാം, എല്ലാ സദസ്സുകളിലും അവരുമായി ഇരിക്കുക, എല്ലായിടങ്ങളിലും അവരോട് സഹവസിക്കുക, എന്നിട്ട് അവരോട് വെറുപ്പുണ്ട് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇനി എന്തിനാണ് നാം ബിദ്അത്തുകാരോട് ബന്ധവിച്ഛേദനം നടത്തുന്നത്? ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തംഹീദിൽ പറയുന്നു 2 കാരണങ്ങളാണ്. ഒന്ന്, തർജു തഅദീബ, അവൻ നന്നാകാൻ. ഞാൻ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ പരിചയത്തിൽ ഒരു ബിദ്അത്തുകാരനുണ്ട്, ഉദാഹരണം, അവൻ ഈ ബിദ്അത്തിൽ നിന്ന് മാറി വരാൻ ഞാൻ അവനെ ബന്ധം ഒഴിവാക്കിയാൽ, അവനുമായി ഞാൻ മിണ്ടാതിരുന്നാൽ അവൻ നന്നാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഞാൻ അവനെ ഹജ്ർ ചെയ്യൽ നിർബന്ധമാണ്. അതാണ് ഒന്നാമത്തെ ഉപകാരം, അവൻ നന്നാകാൻ. രണ്ടാമത്തേത് തഖാഫു മിൻ ശർരി, അവൻ മാറണമെന്നില്ല, പക്ഷെ അവന്റെ കൂടെ സഹവസിച്ചാൽ അവന്റെ ആ ബിദ്അത്ത് നിന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അവന്റെ ആ ഷർറ് നിന്നിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ബിദ്അത്തുകാരെ ഒഴിവാക്കേണ്ടത് എന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അവസാനം, ഈ വിഷയത്തിൽ അവസാന കാര്യം, എങ്ങനെയുള്ള ബിദ്അത്തുകാരെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഇത് ശരിക്ക് എല്ലാവരും മനസ്സിലാക്കുക. ഇതിലായിരുന്നു എനിക്ക് ധാരാളം സംശയങ്ങൾ വന്നത്. ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാണെങ്കിൽ, ഒരു ഉസ്താദായിക്കൊള്ളട്ടെ, സാധാരണക്കാരനായിക്കൊള്ളട്ടെ, അവൻ കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവസരം ലഭിക്കുമ്പോഴൊക്കെ നിങ്ങളെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുക, ഖബറിലേക്ക് ക്ഷണിക്കുക, ഈ ശിർക്കിന്റെ വിശ്വാസങ്ങളിലേക്ക് ക്ഷണിക്കുക. അതിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവനെ പരിപൂർണമായി അവനോട് ബന്ധം വിച്ഛേദിക്കണം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നു ഹാനിയുടെ മസായിലിൽ കാണാം, മൻ കാന യുഖാസം
ബിദ്അത്തിന് വേണ്ടി സംസാരിക്കുന്ന, അതിനുവേണ്ടി തർക്കിക്കുന്നവൻ ഫലാ യുജാലസ്, അവന്റെ കൂടെ ഇരിക്കരുത്, വലാ യുകല്ലം, അവന്റെ കൂടെ സംസാരിക്കാനും പാടില്ല. അവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ കാണുമ്പോഴൊക്കെ നമ്മുടെ ഉപ്പയെ ഒരാൾ ചീത്ത വിളിക്കുകയാണ്, നമ്മുടെ ഉമ്മയെ ഒരാൾ കുറ്റം പറയാണ്, നമ്മൾ പോയിട്ട് പിന്നെ അയാളോട് ഇരിക്കുമോ? ഇല്ല, നമ്മൾ ഇരിക്കില്ല. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തിലുള്ള വിഷയമാണ് ബിദ്അത്തുകാർ. അവരുടെ ബിദ്അത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരാണെങ്കിൽ അത് ഏതു തരം ബിദ്അത്താവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിദ്അത്ത് എന്ന് പറയുന്നത് ഈ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അത് മാത്രമാകണമെന്നില്ല. ഹിസ്ബിയത്ത് ബിദ്അത്താണ്. അപ്പൊ നിങ്ങളുടെ കാണുമ്പോഴേക്ക് ഹിസ്ബിയത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഇരിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. അവരുടെ നേതാക്കന്മാർ, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവരോടുള്ള സമീപനം ഈ രൂപത്തിലായിരിക്കണം. അതുപോലെ ഇന്ന് നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ധാരാളം ആളുകൾ, സാധാരണ യുവാക്കളും അതുപോലെ തന്നെ യുവതികളും പെൺകുട്ടികളും ആൺകുട്ടികളും, അവർക്ക് പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇത് ബിദ്അത്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാദമുണ്ട്. കാരണം ഇന്ന് മാല മൗലൂദുകളും മറ്റുമൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ആളുകൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ള സാധാരണ ആളുകൾ, പക്ഷെ ജനങ്ങൾ അവരെ മനസ്സിലാക്കുന്നത് അവർ ജനിച്ച കുടുംബം കാരണത്താലും മറ്റും ബിദ്അത്ത് കുടുംബത്തിൽപ്പെട്ടവരായിട്ടാണ്. അവരെ നാം ഏത് രീതിയിലാണ് കാണേണ്ടത്? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ തഹാവിയുടെ ഷർഹിലും അതുപോലെ ഫതാവൽ ഹറമുൽ മക്കിയിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളോട് നല്ല നിലയിൽ സംസാരിക്കുകയും അവർക്ക് ദീൻ വിശദീകരിച്ചു നൽകുകയും ചെയ്യുക. ഇതാണ് ശരിയായ മാർഗം, നിങ്ങൾ ഈ പറയുന്നതല്ല, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇങ്ങനെയാണ് നമ്മുടെ അഖീദ ഉണ്ടാകേണ്ടത് എന്നിങ്ങനെ അവർക്ക് നല്ല നിലയിൽ വിശദീകരിച്ചു കൊടുക്കുകയും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഇനി അവർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരുമായി നാം ബന്ധം ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് ബന്ധം ഒഴിവാക്കേണ്ടത്? ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവരുടെ ഷർറ് നമ്മിലേക്ക് വരാതിരിക്കാൻ, അവരുടെ ഷർറ് നമ്മിലേക്ക് വരാതിരിക്കാൻ. ഇനി നാം അവരോട് ബന്ധം വെക്കുന്നു, കുറച്ചായിട്ട് അവർ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നസീഹത്ത് തുടർന്നുകൊണ്ടേയിരിക്കുക, അവർക്ക് നസീഹത്ത് നാം തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ രണ്ട് മസ്ലഹത്തുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഒന്ന്, അവൻ നന്നാവുക. രണ്ടാമത്തേത്, എന്റെ ദീനിനെ ഞാൻ സംരക്ഷിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ബിദ്അത്തിനെ അല്ലെങ്കിൽ ബിദ്അത്തുകാരെ ഒഴിവാക്കുന്നത് നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. തയ്യിബ്. പിന്നെ വേറെ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ സമയം കുറവായതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യം വന്നത്, ഞാൻ സുന്നത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞിരുന്നു, അതുപോലെ സലഫുകൾ ബിദ്അത്തിനെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉപയോഗിച്ചിരുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ബിദ്അത്ത് എന്ന പദം അൽ മസ്ലഹത്തുൽ മുർസലക്ക് വേണ്ടി ഉപയോഗിച്ചതായി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഅമത്തുൽ ബിദ്അത്ത് ഹാദി എന്ന് ഭാഷാപരമായി ബിദ്അത്ത് എന്ന പദം ഉപയോഗിച്ചതായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് ഏതൊരു ബിദ്അത്തിനെതിരിലാണോ സംസാരിക്കുന്നത് ആ അർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതായി ഇത്തബിഉ വലാ തബ്തദിഉ എന്ന് വന്നതായും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ബിദ്അത്തുകൾ കുഫറിന് രണ്ടിനമുള്ളതുപോലെ, വലിയ കുഫർ ചെറിയ കുഫർ എന്നുള്ളതുപോലെ ബിദ്അത്തുകൾക്ക് വലിയ ബിദ്അത്തുകൾ ചെറിയ ബിദ്അത്തുകൾ എന്നുണ്ടോ എന്നൊരു സഹോദരൻ അയച്ചിരുന്നു. അങ്ങനെ ബിദ്അത്തുകൾക്ക് ഇനങ്ങളുണ്ട്, വലിയ ബിദ്അത്തുകൾ ചെറിയ ബിദ്അത്തുകൾ എന്നുണ്ട്. അത് കൂടുതൽ അറിയണമെങ്കിൽ ഇമാം ഷാത്തിബി റഹിമഹുല്ലയുടെ സംസാരങ്ങൾ നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കും. ഇമാം ഷാത്തിബി ബിദ്അത്തിനെ ആദ്യം രണ്ടായി തിരിച്ചു. ഒന്ന് ബിദ്അ മുകഫിറ, രണ്ട് ബിദ്അ മുഫസ്സിഖ. കാഫിറാകുന്ന ബിദ്അത്തുകൾ അഥവാ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന പോലുള്ള വിഷയങ്ങൾ. രണ്ട്, മുഫസ്സിഖാകുന്ന കാഫിറാകാത്ത രീതിയിലുള്ള ബിദ്അത്തുകൾ. ശേഷം ബിദ്അ മുഫസ്സിഖയെ ഫാസിഖാക്കുന്ന, ആളുകളെ ഫാസിഖാക്കുന്ന ബിദ്അത്തുകൾ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് കബായിറുകൾ, കബായിറുകൾ എന്ന് പറഞ്ഞാൽ വലിയ ബിദ്അത്തുകൾ. രണ്ട്, ചെറിയ ബിദ്അത്തുകൾ. വലിയ ബിദ്അത്തുകളുടെ നിർവചനമായി അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ലറൂറിയാത്തുൽ ഖംസ് എന്ന് പറയും. അഥവാ നമ്മുടെ ദീൻ, ബുദ്ധി, സമ്പാദ്യം ഇതിനൊക്കെ ബാധിക്കുന്ന രൂപത്തിലുള്ള ബിദ്അത്തുകളാണെങ്കിൽ അത് വലിയ ബിദ്അത്തുകളും അതല്ലാത്തത് ചെറിയ ബിദ്അത്തുകളുമായി ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ സമയം കുറവായതുകൊണ്ട് ഞാൻ അധികം ആ വിഷയം പറയുന്നില്ല. തയ്യിബ്. അപ്പൊ ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. ഇനി ഏത് ബിദ്അത്താണെങ്കിലും മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. ഒരു ബിദ്അത്തും ശർഇൽ നല്ലതില്ല. ആദ്യമായി നല്ല ബിദ്അത്ത് എന്നൊരു വേർതിരിവ് കൊണ്ടുവന്നത് കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചതുപോലെ ഇസ്സ് ഇബ്നു അബ്ദുൽ സലാം റഹിമഹുള്ളയാണ്. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഇമാം ഷാത്തിബിയെ പോലെയുള്ളവർ അതിന് നല്ല മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളെ പരിപൂർണമായി മാറ്റി നിർത്താനും സുന്നത്തിന്റെ വാഹകരായി ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.